ജീവിതത്തിൻ്റെ ഓരോ ഇടവഴിയിലും വേദനകളുടെ നെടുവീർപ്പുകൾ ഉയരുന്ന ഓരോ വീട്ടിലും അനുതാപത്തിൻ്റെ ഈ കാരുണ്യപ്രവാഹം ദൃശ്യമാണ്. മാറാരോഗങ്ങളും വാർദ്ധക്യവും തളർത്തിയ ആയിരങ്ങളിലേക്കെത്തുന്ന ആൽഫ പാലിയേറ്റീവ് കെയറിൻ്റെ ഹോം കെയർ ടീമുകൾ അന്തസ്സോടെ സ്വന്തം വീടുകളിൽ കഴിയാൻ ആയിരങ്ങളെ പ്രാപ്തരാക്കുന്നു. ആൽഫ നൽകുന്ന സ്നേഹപരിചരണവും കരുതലും അവരെ ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് അകറ്റി ആശുപത്രികളുടെ ഏകാന്തതകളിലേക്ക് തള്ളിവിടുന്നില്ല. 14,000-ത്തിലധികം രോഗികളിലേക്ക് ദിനംപ്രതി നടത്തുന്ന കാരുണ്യപ്രവാഹം ആൽഫയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമൂഹാധിഷ്ഠിത പാലിയേറ്റീവ് കെയർ ശൃംഖലയാക്കുന്നു. മാനവികതയിൽ കെട്ടിപ്പടുത്ത ആൽഫ പാലിയേറ്റീവ് കെയർ മതങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, സ്ഥാനമാനങ്ങൾ എന്നിവയെ അംഗീകരിക്കുന്നതിനൊപ്പം അതിനേക്കാളുമുപരി മനുഷ്യൻ്റെ വേദനയെ തീവ്രമായി പരിഗണിക്കുന്ന ഒരിടം കൂടിയാണ്. എന്നിരുന്നാലും ആൽഫയുടെ പരിചരണത്തിലിരിക്കുന്നവരിൽ ഏകദേശം 12% പേർ അവരനുഭവിക്കുന്ന കഠിനമായ വേദന, ശ്വാസതടസ്സം തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകളാൽ വീടുകളിൽ കഴിയാൻ പറ്റാത്തവരാണ്. ഇവർ എത്തിപ്പെടുന്നതാകട്ടെ വിവിധ ICUകളിലും ജീവൻ രക്ഷാ യന്ത്രങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇഷ്ടപ്പെട്ടവർ അകലുകയും ചെയ്യുന്ന ഒറ്റപ്പെടലിൻ്റെയും വിഹ്വലതകളുടെയും ദിനങ്ങളിലേക്കും. അതുവരെ അവർക്കൊപ്പം നിന്ന പാലിയേറ്റീവ് കെയർ ടീം അംഗങ്ങൾ നിസ്സഹായരാകുന്നു. ഈ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഏതവസ്ഥയിലും ആശ്വാസം നൽകാനാകും വിധം പല വിഷമങ്ങളും പരിഹരിക്കാൻ സംവിധാനങ്ങളുള്ള ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റുകളുമായാണ് ആൽഫയുടെ പുതിയ ഹോസ്പീസ് തൃശ്ശൂരിൽ ഉയരുന്നത്. 24 മണിക്കൂറും മെഡിക്കൽ അടിയന്തര ശുശ്രൂഷ ലഭ്യമാകുന്ന ഇവിടെ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി കെയറും ഡയാലിസിസ് കെയറും ഒപ്പം രോഗബാധിതരുടെയും കുടുംബാംഗങ്ങളുടെയും മാനസിക വിഷമങ്ങൾക്കുള്ള പരിഹാരവും ഉറപ്പാക്കും. ബുദ്ധിമുട്ടുകൾക്ക് ശമനമാകുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന സ്വന്തം ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാം. നമ്മൾക്കെല്ലാം ഒന്നിച്ച് ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാവുന്നതിൻ്റെ ഒരടയാളമാവുകയാണ് ആൽഫ ഹോസ്പീസ്. ഇതിൽ ചേർത്തുവെച്ച ഓരോ ഇഷ്ടികയും കൂട്ടായി നിന്നതിൻ്റെയും പ്രതീക്ഷയുടെ വേദനകളിൽ പങ്കുചേർന്നതിൻ്റെയും കഥ പറയും. നമ്മൾ ഇതിനെ പ്രതീക്ഷയുടെ മതിൽ എന്ന് വിളിക്കുന്നു. 1000 രൂപ നൽകി ഓരോ ഇഷ്ടികയും സ്പോൺസർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇതിൽ പങ്കുചേരാം. നിങ്ങൾ നൽകുന്ന ഓരോ ഇഷ്ടികയും വേദനകൾക്കുമേലുള്ള തലോടലും അഭിമാനത്തിൻ്റെ ചിരിയുമാകും. ഇതൊരു സാമൂഹ്യ മുന്നേറ്റമാണ്. വിദ്യാർത്ഥികൾ മുതൽ വയോജനങ്ങൾ വരെ, നഗരങ്ങൾ മുതൽ ഗ്രാമങ്ങൾ വരെ ഹൃദയം കൊണ്ട് നടത്തുന്ന മുന്നേറ്റം. കാരണം ആൽഫ എന്നും ജാതിക്കും മതത്തിനും കക്ഷിരാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യൻ്റെ വേദനയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. തൃശ്ശൂർ എടമുട്ടത്ത് ഉയരുന്ന ആൽഫ ഹോസ്പീസിൻ്റെ 70% പണി പിന്നിട്ട് കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും കൂടി ഇത് പൂർത്തീകരിക്കാം. കാരുണ്യത്തിൻ്റെ ഈ പ്രവാഹത്തിൽ നമുക്കും കൂടെ തുഴയാം. ഒരു ബ്രിക്ക് സ്പോൺസർ ചെയ്യാം. പ്രതീക്ഷയുടെ ഒരു മതിൽ തീർക്കാം. പൂർത്തീകരിക്കാം മനുഷ്യത്വത്തിൻ്റെ ഈ പ്രതീകം.